ഹായ് ഹലോ നമസ്കാരം, ദിസ് ഇസ് മീ ശ്രീജി ഹിയർ എന്നറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതിരപ്പള്ളിയിലോട്ടേക്കുള്ള യാത്രയാണ്. GoPro ക്യാമറ വാങ്ങിച്ചതിൻ്റെ അതിൻ്റെ സ്റ്റെബിലൈസേഷനും മറ്റുമൊക്കെ നമുക്കിന്ന് പരീക്ഷിക്കാം. അപ്പോൾ യാത്ര തുടങ്ങാൻ ഏതാണ്ട് നമ്മളിപ്പോൾ മലയാറ്റൂർ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. മലയാറ്റൂർ വഴിയാണ് പോകുന്നത്. നല്ല വെയിലുമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വഴിയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അതിരപ്പള്ളിയിൽ വെച്ച് കാണാം. അപ്പം നമ്മൾ അടിവാരത്ത് എത്തിയിരിക്കുകയാണ്. അടിവാരം വന്ന് രണ്ട് സൈഡിലും നല്ല തടാകങ്ങൾ, കായലാണോ എന്നറിയില്ല, നല്ല തടാകങ്ങൾ മറ്റുണ്ട്. ഇതിനെ ആസ്പദമാക്കി എല്ലാവരും ഇതിൻ്റെ തൊട്ട് നേരെ മേലെ മല. ഇനി നേരെ സൂപ്പർ, നല്ല ഭംഗിയില്ലേ കാണാൻ. നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കി. ആ മലയിൽ താഴത്ത് കിടക്കുന്ന ഈ പച്ചപ്പും ഇവിടെ എന്താ പറയുക പ്ലാസ്റ്റിക് ബാൻ ഏരിയ എന്നൊക്കെ തന്നെ ബോർഡും വെച്ചു. നന്നായിട്ട് കന്നുകാലികളൊക്കെ ഉണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇതുപോലെ കാലി സ്ഥലവും മലയാണ്. നേരെ നമ്മൾ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് സൂപ്പറായിട്ടിരിക്കുകയാണ്. കായലാണെന്ന് തോന്നുന്നു, അടിപൊളിയാക്കി വെച്ചിരിക്കുന്നത്. ഒരു തടാകം തന്നെയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു കൊറോണ കാരണമാണെന്ന് തോന്നുന്നു ഇവിടെ ബോട്ടിങ്ങും പരിപാടിയൊന്നുമില്ല. നേരത്തെ എന്തായാലും തോന്നുന്നു ബോട്ടിങ്ങെല്ലാം മേലെ കയറ്റി വെച്ചിരിക്കുകയാണ്. ബോട്ടുണ്ട്, 2-3 ബോട്ട് എല്ലാം കൊറോണ കാരണം മേലെ കയറ്റി വെച്ചിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് ഒരു സൂപ്പർ റോഡുണ്ട്. മലയാറ്റൂർ വഴിയാണ്. എന്താ പറയുക, പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ്. നമുക്കിവിടെ നല്ല മാവും അതുപോലെ കായലൊക്കെ കാണാം. നമുക്കൊരു 5 മിനിറ്റ് ഇവിടെ നിർത്തി കഥകളൊക്കെ പറഞ്ഞിട്ട് പോകാം. ഇവിടുത്തെ വിഷ്വലൈസിലെല്ലാം നമുക്ക് കാണിക്കാം. നമ്മളിവിടെ ഇറങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചേട്ടനിവിടെ ഫിഷിങ്ങിൻ്റെ പരിപാടി ഉണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെയാണ് ചേട്ടൻ്റെ മാസ്കെല്ലാം വെച്ച് വളരെ ഭംഗിയായിട്ട് ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഈ തടാകത്തിൻ്റെ പേരെന്നാ? മണപ്പാട്ട് ചിറ. ഇതിൻ്റെ പേര് മണപ്പാട്ട് ചിറ എന്നാണ്. മലയാറ്റൂർ തന്നെയാണ്. ഇതാ മലയാറ്റൂരാണോ അടിവാരത്താണിത്. ഇപ്പം ചേട്ടനിത് മീൻ പിടിക്കാൻ വേണ്ടി ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല എന്താ പറയുക, നല്ല അത്യാവശ്യം നല്ല ക്ലൈമറ്റ് തന്നെയാണ്. വെയിലൊന്നും വെലുങ്ങാനില്ല. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ, ആ സൈഡിലോട്ടേക്ക് പോവുകയാണെങ്കിൽ മലയാറ്റൂർ കുരിശുമലയ്ക്കുള്ള റോഡാണ് ആ കാണുന്നത്. സോ ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ് നമുക്ക് നേരെ മേളിലോട്ടേക്ക് പോവാം. എനിക്ക് തോന്നുന്നു നേരത്തെ കാലങ്ങളിലൊക്കെ വൈകിട്ട് ഇവിടെ വന്ന ആൾക്കാർ ഇരിക്കാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, കൊറോണ ആയതുകൊണ്ട് തന്നെ ആരും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറൊന്നുമില്ല. ഇവിടെയൊക്കെ നമുക്ക് താഴെ ഇറങ്ങി പോവാം. വലിയ ആഴൊന്നും കാണുന്നില്ല, സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ആരും ഇറങ്ങാത്തത് കൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു മണ്ണെല്ലാം കീറി നിൽക്കുകയാണ്. അസാധ്യ ഭംഗി കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നില്ല ക്യാമറയിൽ എത്രത്തോളം ഇതിൻ്റെ ഭംഗി കിട്ടുന്നതെന്ന് അറിയുന്നില്ല. ലൈവായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ മനോഹരമായിരിക്കുന്നു. കാരണം ഈ സൈഡുകളിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെറിയ വലിയ മരങ്ങളെല്ലാം ഉണ്ട്. അതും ഇലയില്ലാത്ത മരമാകുമ്പോഴത്തേക്ക് വെയിൽ കാരണം ഇലയെല്ലാം പൊഴിഞ്ഞ് താഴെ പോയിരിക്കുകയാണ്. കുറച്ചുകൂടെ ഭംഗി നമുക്ക് എന്താ പറയുക ലൈവ് കാണുമ്പോൾ. ഫിഷറീസിൻ്റെ എന്തോ മീൻ കേട്ടോ.
രണ്ട് സൈഡിലായിട്ട് മീൻ വളർത്തുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ടാപ്പെല്ലാം വെച്ച് കെട്ടിയിരിക്കുകയാണ്. അത് ചെറിയതിൻ്റെ ആണോ അല്ല ഇവിടുത്തെ സ്വകാര്യ വ്യക്തികൾ ചെയ്യുന്നതാണോ എന്ന് അറിഞ്ഞില്ല. എനിക്ക് കൂടെ കാണാനും എന്താ പറയുക നല്ല നല്ല അടിപൊളി നല്ല ഭംഗിയായിട്ട് ഇടുക്കാച്ചി എന്നൊക്കെ പറഞ്ഞില്ല, അതുപോലെ തന്നെ നമുക്ക് ലൈവ് കാണുന്ന അതിൻ്റെ ആ ഒരു ഭംഗി വേറെ ലെവലാണ്. സാധനം നമുക്ക് കാണുന്നത് എന്താണെന്നില്ല, ഇവിടെ എല്ലാം ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അത് കാരണം നമുക്ക് അകത്തോട്ടേക്കും പോകാൻ പറ്റില്ല. 2-3 ബോട്ട് റോഡിലേക്ക് വെളിയിലോട്ട് ബോട്ട് സർവീസൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്, പക്ഷെ ഇപ്പം നിലവിലില്ല. അടിവാരം മത്സ്യക്ലബ്ബ് ഇവിടെയാണ് ജനകീയ മത്സ്യകൃഷി പദ്ധതിയാണ് പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിനൊന്നല്ല, ജനത്തിനൊന്നല്ല, ജനകീയമായിട്ട് നടത്തുന്നത് തന്നെയാണ്. ഒന്നും പറയാനില്ല. അപ്പുറത്തെ സൈഡിൽ എന്താ പറയുക, യൂക്കാലിപ്സ് ആണോ റബ്ബറാണോ എന്നറിയില്ല. റബ്ബർ മരങ്ങളാണ് കേട്ടോ, ഫുള്ള് റബ്ബർ മരങ്ങളാണ്. ആ റബ്ബർ മരങ്ങൾ വഴി വല്ലാത്തൊരു ഫീലിംഗിലാണ്. ഈ വഴി ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ഒരു മരം കാണിച്ചു തരാം. അതിൻ്റെ ചില്ലകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് ഈ ഒരു മരൻ്റെ തന്നെ ഒത്തിരി സ്ഥലങ്ങൾ കവറാകുന്നുണ്ട്. നല്ല ചില്ലകളും അതുപോലെ തന്നെ നല്ല തണലുമാണ്. ഇപ്പോൾ ഇലകളൊക്കെ കൊഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഭംഗി നോക്കിയത് അസാധ്യം. ഇതുപോലത്തെ ഒത്തിരി മരങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഈ വരുന്ന വഴികളിലൊക്കെ നിറയെ മരങ്ങളാണ്. രണ്ട് സൈഡിലും വലിയ വലിയ മരങ്ങൾ തന്നെയാണ്. ഇതാണ് നമുക്കിപ്പോൾ വഴികളിലൊക്കെ പോകുമ്പോൾ നല്ല വെയിലും കാര്യങ്ങളും ഈ വഴിയൊക്കെ ഇങ്ങനെയുള്ള വഴികളിലൊക്കെ വരുമ്പോൾ എന്താ പറയുക, വലിയ വെയിലൊന്നുമില്ല. ഏതെങ്കിലും ചെറിയ കാലത്ത് മാത്രമാണ് മരങ്ങളില്ലാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ വലിയ വലിയ മരങ്ങൾ എല്ലാം ഇങ്ങനത്തെ രണ്ട് സൈഡിലേക്കായിട്ട് ഇങ്ങനെ ശരിക്കും വിരിഞ്ഞ് നിൽക്കുന്ന പോലത്തുള്ള മരങ്ങൾ തന്നെയാണ് ഒന്നും പറയാനില്ല. അസാധ്യ വഴി തന്നെയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് ഈ വഴി അത്യാവശ്യം കുണ്ടും കുഴിയും ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. പക്ഷെ എന്നാൽ റോഡും വലിയ കുഴപ്പമില്ല. നമുക്ക് സൗകര്യപൂർവ്വമായിട്ട് വരാൻ പറ്റിയ ഒരു വഴി തന്നെയാണ്. ഈ വഴി അടിച്ചാൽ നമുക്ക് അത്ര അങ്ങോട്ട് നമുക്ക് എഫക്റ്റ് ആവുന്നില്ല. രണ്ട് സൈഡിലും നമുക്ക് ഇതിൽ കാണാൻ വിഷ്വലിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ രണ്ട് സൈഡുകളിലായിട്ട് മരങ്ങൾ തന്നെയാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ കായലിൻ്റെ കുറച്ച് ഭാഗമുണ്ട്. നമുക്കിനിപ്പം പോകേണ്ടത് അങ്കമാലി, പാലടി, അതിരപ്പള്ളി മൂന്ന് നെയിം അവിടെ ഉണ്ട്. അതിരപ്പള്ളി മലയാളത്തിൻ്റെ ഇങ്ങോട്ടുണ്ട്. സോ നമുക്ക് പോകേണ്ട വഴി അതിരപ്പള്ളിയിലേക്കാണ്. അതുകൊണ്ട് നമ്മൾ റൈറ്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തോട്ടേക്ക് വരുമ്പോൾ മരങ്ങളെല്ലാം മാറി നല്ല കായലാണ് കേട്ടോ. നല്ല അടിപൊളി മുള എന്നല്ല ഇതിന് പറയാം, മുള എന്ന് പറയും. അകത്തോട്ടേക്ക് അത്യാവശ്യം മുള തന്നെയാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വലിയ തടികൾ മാറി അത്യാവശ്യം സിമ്പിളായിട്ട് പോകുന്ന ചെറിയ ചെറിയ തടികളാണ്. നല്ല മുളക്കൂട്ടാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല ക്ലൈമറ്റൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് ചേഞ്ച് ആയി നല്ല ഒരു കൂളിങ്ങിലേക്കാണ് പോകുന്നത്. വെയിൽ നന്നായിട്ട് മാറിയിട്ടുണ്ട്. കണ്ടായിരുന്നു അപ്പുറത്ത് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റും അതുപോലെ എന്തൊക്കെയോ കാര്യങ്ങൾ കണ്ടായിരുന്നു. ഇങ്ങനെ കാണുന്നില്ല. അപ്പോൾ അവിടെ കുറച്ച് ബോട്ടിനെ കണ്ടായിരുന്നു. അത് ഇവിടെ ഒരു പട്ടിക്കിനെ പോലും കാണുന്നില്ല. ഇവിടെ ബോർഡുണ്ട് കേട്ടോ. എലഫന്റ് ക്രൂസ് ഏരിയ കെയർഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു.
ഇവിടെ വന്യജീവികളുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ആകെ കാണാൻ പറ്റിയ ഒരു 4-5 തിരുപ്പശുക്കൾ കണ്ടിട്ട് അയ്യോ എല്ലാത്തിനും നല്ല കൊമ്പുണ്ട് എന്ത് ചെയ്യുന്നുള്ള കയ്യിലേക്ക് മാറിക്കണം. അങ്ങനെ വന്യജീവികളെയും കണ്ട് ഇവിടെ ഒരു റോഡ് ബ്ലോക്ക് ആയിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ റോഡ് എൻ്റെ ആണെന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് ഇവരുടെ അടുത്ത് അന്വേഷിച്ചിട്ട് പോവാം. ചെക്ക് പോസ്റ്റാണിത്, കേരള എന്ന് ചോദിച്ചിട്ട്. സോ ഇതിപ്പോൾ നമ്മൾ ഇതുവഴിയാണ് പോകാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇത് കല്ലാല ചെക്ക് പോസ്റ്റാണ്. കല്ലാല ചെക്ക് പോസ്റ്റിൽ ഇപ്പം കോവിഡ് കാരണം ഇതുവഴി പറഞ്ഞ് അയക്കുന്നില്ല. ഇനി നമ്മളിവിടുന്ന് തിരിച്ച് 3 കിലോമീറ്റർ പിന്നിലോട്ടേക്ക് പോയിട്ട് അവിടുന്ന് റൈറ്റ് കയറി ചുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തൂടെയൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പശു കുത്താൻ വന്ന കാരണം ഓടിയതാണ് കേട്ടോ. അപ്പം ഇതാണ്. അപ്പോൾ ഇതുവഴി ആരെങ്കിലും വരികയാണെങ്കിൽ ഈ ടൈം കോവിഡ് കാരണം കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നോർമലി ടൈമിൽ ഇതിൽ പോകാൻ എന്നാണ് നമ്മളിവിടെ ഇപ്പോൾ സാറിൻ്റെ അടുത്ത് അന്വേഷിച്ചപ്പോൾ സാറ് പറഞ്ഞത്. കുഴപ്പമില്ല, നമ്മൾ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും പറയാനും പറ്റത്തില്ല. ഇപ്പോൾ നോർമലി ഇവിടെ തുറക്കാറുണ്ട്. ഇപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതെല്ലാം മാറിക്കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു ദിവസം ഇതുവഴി വരാം എന്ന് വിചാരിക്കുന്നു. ഇവിടെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇപ്പോൾ അങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ. അതുകൊണ്ട് ഇനി നമ്മളിനി തിരിച്ച് 3 കിലോമീറ്റർ ബാക്കോട്ട് പോയിട്ട് അവിടുന്ന് ചുള്ളി വഴി പോകണം. സോ എന്തായാലും നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. ഇനി ഈ ഒരു ഫീല് കിട്ടുമെന്ന് അറിയില്ല. അകത്തോട്ടേക്കാണെങ്കിൽ അവിടത്തേക്ക് നല്ല കാട് തന്നെയായിരുന്നു. ഇനി നമ്മൾ തിരിച്ച് ചുള്ളി വഴി അങ്ങോട്ട് പോകാം അല്ലേ. വേറെ എന്താ പറയുക, നന്നായിട്ട് എന്താ പറയുക, രസം പിടിച്ച് വന്നായിരുന്നു ഈ വഴി. അപ്പോഴത്തേക്കാണ് ഇങ്ങനൊരു എന്താ പറയുക, ഇങ്ങനൊരു അനുഭവം ഉണ്ടായത്. അനുഭവം എന്നല്ല, നല്ല കാര്യങ്ങൾ തന്നെയാണല്ലോ. ഇപ്പോൾ കോവിഡ് കാരണം നമുക്ക് പല സ്ഥലങ്ങളിലും പോകാൻ പറ്റുന്നില്ല. അതിലൊരെണ്ണം തന്നെ നമുക്ക് പറയാം. സാറും വളരെ നന്നായിട്ട് തന്നെയാണ് നമ്മളടുത്ത് പെരുമാറി. സാറ് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മളൊരാൾ ഇതുവഴി പോകുമ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് പോകുമ്പോൾ ഇനി വേറെ ആരെങ്കിലും വരുമ്പോൾ അതും പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മളും അതിനെ മുതിർന്നില്ല. പുള്ളി പറഞ്ഞതുപോലെ തന്നെ നമ്മളിനി തിരിച്ച് ചുള്ളി വഴി യാത്ര പോയി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ ചുള്ളിയിലോട്ടേക്കുള്ള യാത്ര. ഈ യാത്ര വഴി അറിയത്തില്ല കേട്ടോ, ചോദിച്ച് പോവാം നമുക്ക്. സോ ഇനി ചുള്ളിയിലെത്തിയിട്ട് കാണാം.